വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം ടൂർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള കുഞ്ഞു കുഞ്ഞു സൗണ്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ, അതൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഈ വീട് ഫുള്ളായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ ഇങ്ങനെ സ്കിപ്പായിട്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ കുഞ്ഞാവേൻ്റെ കൂടെ നിൽക്കണം. പിന്നെ അവൾ വീഡിയോയിലൊക്കെ ഫസ്റ്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങാൻ പോയി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമല്ലോ, അതാണ്, വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. പിന്നെ കുറേ ലെങ്ത്ത് കൂടിയ വീഡിയോ എങ്ങനെ എടുക്കുന്നത് എനിക്ക് വലിയൊരു അറിവില്ല. ഇങ്ങനെ കുറേ നേരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ്സിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് വീഡിയോ എടുത്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. കണ്ടോ, കുഞ്ഞാവ് എണീറ്റ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ചെടികളും കാര്യങ്ങളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടാകുന്ന ചെടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഒരു ചെറിയ പുല്ല് കൊടുന്ന് വെച്ചതാണ്. ഇപ്പം നല്ല ഭംഗിയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അതിനവിടെ. ഇപ്പോൾ ഫ്രണ്ടിൽ നല്ല വീതിയിലാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് പൂക്കളില്ലാത്ത തോട്ടം എന്ന് പറയുന്നത് നല്ലത്. പൂക്കളൊക്കെ വളരെ കുറവുള്ള ചെടികളേ ഉള്ളൂ, പൂക്കളില്ലാത്ത ചെടികളാണ് അധികം ഉള്ളത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മളിതുപോലെ 2 ചൂരൽ കസേരയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് പോർഷൻ. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം വലിയ ഹാളായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെയാണ് ഡൈനിങ് ടേബിളും സോഫയും കാര്യങ്ങളൊക്കെ. ഈ ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മെയിൻ പ്ലേസാണ് കേട്ടോ. കാരണം വെച്ചാൽ എല്ലാവരും കണ്ടുമുട്ടുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് തന്നെ ഹാളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്ന അധികം ഈ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഹാളിന് ഒത്തിരി സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. പിന്നെ ഷോക്കേസിൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ ആണ്, ഏട്ടൻ ആനിവേഴ്സറിക്ക് തന്നായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞാവിൻ്റെ ഒരു പിറന്നാളിൻ്റെ ആ സമയത്തൊക്കെ ഉള്ളൊരു ഫോട്ടോ കേട്ടോ. പിന്നെ ഇത് ചേച്ചിയുടെ മോളാണ്, അവൾ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോ ആണ്. പിന്നെ മുകളിലും ഉണ്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ. അത്രയേ ഉള്ളൂ ഷോക്കേസിൽ ഫോട്ടോ കേട്ടോ. ഇത് ഞങ്ങളെ പൂജയാണ് അങ്ങനെ. പിന്നെ ഈ ഷെൽഫിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഫ്ലവർ വേസും പിന്നെ നടുവിൽ ട്രോഫി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അമ്മ കയറ്റി വെച്ചാൽ കേട്ടോ. ഇവിടെ ഈ ടെഡി ബിയർ, കുറേ ടെഡി ബിയർ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും തിരത്തി കളിക്കും. അപ്പോൾ അമ്മ എന്തായാലും അതവിടെ ഇരുന്നോട്ടെ, ഞങ്ങളുടെ സെറ്റായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്തിയതാണ്. പിന്നെ ഇത് ഞങ്ങൾ ഡൈനിങ് ടേബിളാണ്. അവിടെ എന്നൊരു പപ്പടത്തിൻ്റെ പാത്രവും ജഗ്ഗും മസ്റ്റാണ്. അതിപ്പോൾ ഇല്ലാത്തത് അമ്മ അവിടെ പപ്പടം ഇടാൻ വേണ്ടി കൊണ്ടുപോയതാട്ടോ. പിന്നെ അവളുടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ മെയിൻ പ്ലേസ് തന്നെ ആദ്യം കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. പിന്നെയുള്ള പ്ലേസ് എന്ന് പറയുന്നത് ആ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട്. ഇങ്ങനെ കോൺസ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ കോൺസ്റ്റെപ്പുമ്മയാണ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്. ആ ഷൂസൊക്കെ ഞങ്ങളുടെ ഷൂസാണ്, കുഞ്ഞാവേടെ എൻ്റെ ഷൂസാണ്. പിന്നെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വെക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കേട്ടോ. അങ്ങനെ അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ മേളിക്കില്ലാത്തതുകൊണ്ട് തന്നെ വേഗം അവിടെ കയറ്റി വയ്ക്കും. പിന്നെ ഇത് ഞങ്ങളുടെ റൂമാണ്. കുഞ്ഞാവ ഉറങ്ങട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്ത് അപ്പോഴേക്കും അവൾ ഉറങ്ങി. അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് പറഞ്ഞത്. പിന്നെ മിററിന് മുന്നിൽ ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ നിരത്തി വയ്ക്കില്ല. ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെങ്കിൽ അവൾക്ക് കയ്യെത്തുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ തന്നെ എടുത്ത് പരത്തി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ മിററിൻ്റെ അവിടെ വയ്ക്കുകയുള്ളൂ. പിന്നെ ഇതെന്താ വെച്ചാൽ കോൺസ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് തന്നെയാണ് നമ്മുടെ വാഷ് സ്പേസ്. ഇങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റുന്നൊരു വാഷ് സ്പേസാണ്. സൈഡിൽ സ്പേസ് ഉണ്ട്, നമ്മൾക്ക് ഹാൻഡ് വാഷൊക്കെ വെക്കാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാഷ് സ്പേസ്. മിക്കവാറും ആരും ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിന് മുകളിലൊരു സ്റ്റോറേജ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ കുറേ അലറച്ചിലുള്ള സാധനങ്ങൾ. താഴെ അതുപോലെ ഒരു സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കോൺസ്റ്റെപ്പിൻ്റെ നേരെ അടിയിലായിട്ടാണ് ഈ പോർഷൻ വരുന്നത് കേട്ടോ. അവിടെ സാധാരണ ഒഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് അനിയൻ്റെ റൂമാണ്, ഏട്ടൻ്റെ അനിയൻ്റെ റൂമാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മൈ ഫേവറേറ്റ്. കാരണം വെച്ചാൽ എനിക്ക് ഇത്രയും ഫീൽ തോന്നാൻ കാരണം കണ്ട സമയത്ത് എനിക്ക് ഇത്ര ഇത് തോന്നിയിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോയിൽ ഏട്ടനെ ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത് നല്ല നല്ല അടിപൊളി ഫോട്ടോസാട്ടോ.
അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ ഇത്രയും സാധനങ്ങളും അതിൻ്റെ മുകളിൽ വരാറില്ല. ഇന്നിപ്പോൾ അച്ഛൻ റേഷൻ കടയിലൊക്കെ പോയി വന്നുകൊണ്ട് അരി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പച്ചക്കറിയാണ് അത് അവിടെ ഇരിക്കുന്നത്, അച്ഛൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ല, അങ്ങനെ സെറ്റാക്കി വെക്കാറുണ്ട്. ഇതിൻ്റെ മുകളിൽ സാധനങ്ങളൊന്നും വരാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ അമ്മ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്, അതാണ് അവിടെ ഇരിക്കുന്നത്. അത് എന്താ ചോറ് വാർത്തൽ കഴിഞ്ഞ് പിന്നെ നേരെ മീൻ വറുത്തിട്ടുണ്ട്. കറിയും ഉപ്പേരിയൊക്കെ നേരത്തെ ആയിട്ടുണ്ട്. ഇപ്പോൾ മീൻ വറുത്തതും ആയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി എന്താ സി ഡി മുള്ളെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങും, അവിടെയാണ് എന്താ കേട്ടോ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഈ ചാനലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.